ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇനി വരാൻ പോകുന്ന നല്ലൊരു അടിപൊളി ഭാഗമായിട്ട് പറയാൻ പോണത്. അപ്പൊ നമുക്കിത് ഒരു രണ്ട് മാസം മുമ്പ് നടന്ന ഒരു തമിഴിലെ ഭാഗമാണ്, റീമേക്കിലെ ഭാഗമാണ് പറയുന്നത്. അങ്ങനെ നമ്മുടെ ശ്രീദേവിയുടെയും അതുപോലെ തന്നെ ആനന്ദിന്റെ വിവാഹം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു മാസം കഴിഞ്ഞിട്ട് വീണ്ടും പോയിട്ട് രജിസ്റ്റർ, അതായത് പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും, പിന്നെയാണല്ലോ വിവാഹം രജിസ്റ്റർ ചെയ്യണത്. അപ്പൊ ഒരു മാസത്തെ ഗ്യാപ്പ് ഉണ്ടല്ലോ. അപ്പൊ ആ ഒരു മാസത്തെ ഗ്യാപ്പിൽ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി രജിസ്റ്റർ ഓഫീസിൽ പോകേണ്ട ദിവസം വരും കേട്ടോ. അങ്ങനെ ദേവിക്ക് അങ്ങ് വല്ലാത്ത ടെൻഷൻ ആവാണ്. ദേവി രാത്രി അമ്മേനെ വിളിക്കുന്നുണ്ട്. അമ്മേ, നാളെയാണ് രജിസ്റ്റർ ഓഫീസിൽ പോകേണ്ട ദിവസം എന്ന് പറയുമ്പോ, അതെ നാളെ നീ പോണം, എന്താ ഞാൻ കൂടെ വരണോ എന്ന് ചോദിക്കുകയാണ്. അതെന്താ അമ്മ കൂടെ എന്റെ ടെൻഷൻ ഇല്ലാതാവുന്നാണ് അമ്മയുടെ വിചാരം. ടെൻഷനോ? അങ്ങനെ രജിസ്റ്റർ ഓഫീസിൽ പോകണ നിനക്ക് എന്തിനാ മോളെ ഇത്ര ടെൻഷൻ എന്ന് ചോദിക്കുകയാണ്. അമ്മക്കറിയില്ലേ എന്താ കാര്യം? അത് അമ്മക്ക് അറിയാനിട്ടാണോ, അത് അറിയാത്ത പോലെ അഭിനയിക്കുവാണോ അമ്മ എന്ന് ചോദിക്കുകയാണ്. എന്താ മോളെ നീ പറയണതൊന്നും തന്നെ ഈ അമ്മക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ വായ തുറന്ന് പറ എന്ന് പറയാണ്. ആ സമയത്ത് നമ്മുടെ ദേവി പറയണ്ട്, അമ്മേ നാളെ രജിസ്റ്റർ ഓഫീസിൽ പോണെങ്കിൽ എന്റെ ആധാർ കാർഡും തിരിച്ചറിയൽ കാർഡും റേഷൻ കാർഡും എന്തൊക്കെ കാർഡ് ഉണ്ടോ അതൊക്കെ ആയിട്ട് വേണം പോവാൻ. അതെ, നിന്റെ എല്ലാ തിരിച്ചറിയൽ കാർഡും ആധാർ കാർഡൊക്കെ കൊണ്ടുപോകണമല്ലോ. അങ്ങനെയാണല്ലോ, നിന്റെ മാത്രല്ല ആനന്ദിന്റെ എടുക്കാൻ മറക്കരുത്, അവന്റെയും കൊണ്ടുപോകണം എന്ന് പറയാണ്. അമ്മ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കണം? അമ്മേ, ആധാർ കാർഡ് കൊണ്ടുപോയിക്കണേ, എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് അതിലുണ്ടല്ലോ, അത് ഇവരെല്ലാം തിരിച്ചറിയില്ലേ? ഓ, അത് ശരിയാണല്ലോ മോളെ, നീ ഒരു കാര്യം ചെയ്, വേഗം തന്നെ ആ ആധാർ കാർഡ് നിന്റെ അടുത്തുനിന്ന് ആനന്ദ് കാണാണ്ട് മാറ്റി വെക്ക്. എന്റെ അമ്മ മാറ്റി വെച്ചാലും നാളെ കാണില്ലേ, ഞാൻ എന്താ ചെയ്യേണ്ടത്? നാളെ ഇന്നത്തോടെ എന്റെ കള്ളത്തരം എല്ലാം പൊളിയും, നാളെ രാവിലെ എല്ലാവരും സത്യങ്ങളൊക്കെ അറിയും എന്ന് പറയാണ്. ഒന്നും ഉണ്ടാവില്ല മോളെ, നീ അത് ആനന്ദിന്റെ കൈ കൊടുക്കണ്ട, നീ തന്നെ കൈ വെച്ചാൽ മതി എന്ന് പറയാണ്. ശരി, ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാം, എല്ലാം നിങ്ങൾ കാരണമാണ്, നിങ്ങൾ നുണ പറഞ്ഞു ഇപ്പൊ എനിക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി ഇവിടെ എന്നൊക്കെ പറയാണ് നമ്മുടെ ശ്രീദേവി കേട്ടോ. അങ്ങനെ നമ്മുടെ ശ്രീദേവിയുടെ അമ്മ ഫോണൊക്കെ വെക്കുന്നുണ്ട്. അവൾ എന്ത് ചെയ്യുമെന്ന് നാളെ, ഇനി പെണ്ണെങ്ങാനും വീട്ടിൽ വന്ന് നിക്കോ ആർക്കറിയാം, ഉദയേട്ടാ എന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. മനുഷ്യ എന്താ ശ്രീകലെ? അതെ, നാളെ അവര് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പോട്ടെ, നല്ല കാര്യം, രജിസ്റ്റർ ചെയ്യണമല്ലോ. അതല്ല ഉദയേട്ടാ, നാളെ തിരിച്ചറിയൽ കാർഡും ആധാർ കാർഡൊക്കെ വേണ്ടി പോവാൻ. അതെ, അങ്ങനെയാണല്ലോ, നമ്മുടെ കാര്യങ്ങളൊക്കെ വേണമല്ലോ കയ്യില്. എന്റെ ഉദയേട്ടാ, അതല്ല, അവളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആധാർ കാർഡിൽ വെണ്ടക്ക അക്ഷരത്തിൽ എഴുതിയിട്ടുണ്ടല്ലോ, അത് നമ്മൾ എന്ത് ചെയ്യും? അയ്യോ, അത് ശരിയാണല്ലോടി, എന്നാ രജിസ്റ്റർ ചെയ്യണ്ടെന്ന് പറ. എന്റെ മനുഷ്യ, കല്യാണം കഴിഞ്ഞ പിന്നെ രജിസ്റ്റർ ചെയ്യണ്ടേ? എന്നൊരു കാര്യം ചെയ്യാം, പിന്നെ എന്തിനാ കല്യാണം കഴിപ്പിച്ചു വിട്ടത്? ഇനിയിപ്പോ എന്താ ചെയ്യാ എനിക്കറിയില്ല, ഒന്നില്ലെങ്കിൽ നാളെ പെണ്ണ് അവിടെ നിൽക്കും, അല്ലെങ്കിൽ ഇങ്ങോട്ട് വരും, രണ്ടിലൊന്നും സംഭവിക്കും. എന്തെങ്കിലും ആവട്ടെ, വരുന്നിടത്ത് കാണാം, അവളോട് പറ ആനന്ദിന്റെ കയ്യിൽ തിരിച്ചറിയൽ കാർഡ് കൊടുക്കണ്ട, അവളുടെ കയ്യിൽ തന്നെ പിടിക്കാൻ പറ. ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് നോക്കാം ശ്രീകല, നീ ടെൻഷൻ ഒന്നും ആവണ്ട എന്ന് പറയാണ്. അങ്ങനെ രാത്രി ആകുമ്പോഴേക്കും നമ്മുടെ ആനന്ദ് റൂമിലേക്ക് വരുന്നുണ്ട്. ദേവി, എന്താ ആനന്ദേട്ടാ? അതെ, എന്താണ് നാളത്തെ പോണ കാര്യമൊക്കെ താൻ മറന്നിട്ടില്ലല്ലോ, നാളെ 10:00 നമുക്ക് അവിടെ എത്തണം കേട്ടോ എന്ന് പറയാണ്. അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് ആനന്ദേട്ടാ. അല്ല, തന്റെ ആധാർ കാർഡൊക്കെ കൊടുത്താ നമുക്ക് ഒരുമിച്ച് വെക്കാം, നാളെ രാവിലെ ആകുമ്പോ തപ്പിത്തടഞ്ഞ സമയം കളയണ്ടല്ലോ. അല്ല, അത് സാരില്ല, ഞാൻ കൈ വെച്ചോളാം. അതെന്താടോ ഞാൻ കൈ വെച്ചാൽ കുഴപ്പം? തന്റെ ആധാർ കാർഡ് ഞാൻ കാണുന്നോണ്ട് ഇതിന് പ്രശ്നമുണ്ടോ? എന്ത് പ്രശ്നം? ഒരു പ്രശ്നമില്ല ആനന്ദേട്ടാ. പിന്നെ എന്താ ഞാൻ കണ്ട ഇത്ര പ്രശ്നം? താൻ ആധാർ കാർഡും കൂടെ കാണിച്ചേ എന്ന് പറയാണ്. അയ്യോ ആനന്ദേട്ടാ, അത് ആധാർ കാർഡ് ഞാൻ എടുത്തു വെച്ചു. അതിനെന്താ, കയ്യിത്താ, ഞാൻ അത് എന്റെ പേഴ്സിലിട്ട് വെക്കാം. അത് ആനന്ദേട്ടാ, അത് ആനന്ദേട്ടന്റെ കൈ തരാൻ പറ്റില്ല ആനന്ദേട്ടാ. എനിക്ക് എന്റെ സാധനങ്ങൾ ആരുടെങ്കിലും കൈ കൊടുത്താലേ പിന്നെ എനിക്ക് ഉറക്കം വരില്ല, അത് നഷ്ടപ്പെട്ടു പോകുന്ന പേടിയാ എനിക്ക്. എന്റെ ദേവി, അത് എവിടെ നഷ്ടപ്പെട്ടു പോവാനാ? തനിക്ക് എന്റെ സ്വഭാവം ശരിക്കും അറിയാത്തോണ്ടാ. 10ാം ക്ലാസ്സിൽ ഓട്ടോഗ്രാഫ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്, തനിക്കറിയാലോ, അതിപ്പോഴും എന്റെ കയ്യിലുണ്ട്. ഇത്ര വർഷമായിട്ടും ഞാൻ ഒന്നും കളഞ്ഞിട്ടില്ല, എന്റെ കയ്യിലെ സാധനങ്ങളൊക്കെ ഭദ്രമായിരിക്കും. അച്ഛനും അമ്മ എപ്പോഴും പറയും എന്നെ പോലെ സൂക്ഷിക്കാൻ അറിയുന്ന ആള് അവര് കണ്ടിട്ടില്ലെന്ന്. അത്രക്ക് ഞാൻ വെടിപ്പായിട്ട് അവരൊന്ന് സൂക്ഷിക്കണത്. താൻ വേണമെങ്കിൽ ചോദിച്ചു നോക്ക്, ഞാൻ 5ാം ക്ലാസ് മുതലുള്ള ഓർമ്മയുള്ള സാധനങ്ങളെല്ലാം തന്നെ എന്റെ കയ്യിൽ ഭദ്രമാണ്. അതുകൊണ്ട് തന്നെ ആധാർ കാർഡ് താ, എനിക്ക് ഒന്നും തന്നെ സംഭവിക്കില്ല, താ എന്ന് പറയണം. അത് എനിക്ക് ഉറക്കം വരില്ല ആനന്ദേട്ടാ, എന്റെ സാധനങ്ങൾ എന്നും എന്റെ കയ്യിലില്ല എന്നാണെങ്കിൽ എനിക്ക് ഉറക്കം വരില്ല എന്ന് പറയാണ്. തന്റെ ഒരു കാര്യം ശരി, സാരില്ല, തന്റെ കയ്യിൽ തന്നെ അത് വെച്ചോ. പക്ഷെ നാളെ രാവിലെ രജിസ്റ്റർ ഓഫീസിൽ പോകുമ്പോ ഈ കാർഡ് എന്റെ കയ്യിൽ തന്നെ തരണം, അന്ന് ഞാൻ പിടിച്ചോളാം. അല്ല, താൻ എന്തെങ്കിലും മറയ്ക്കുന്നുണ്ടോ? അതുകൊണ്ടാണോ താൻ കാർഡ് എനിക്ക് തരാത്തത്? അത് ആനന്ദേട്ടാ വേറൊന്നല്ല, ആധാർ കാർഡിലെ ഫോട്ടോ കാണാൻ കൊള്ളില്ല, അതുകൊണ്ടാ. എടോ, ആധാർ കാർഡിലെ ഫോട്ടോ എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കണത്. അതല്ല ആനന്ദേട്ടാ, എന്റെ കാണാൻ ഒട്ടും കൊള്ളില്ല ആധാർ കാർഡിലെ, അതുകൊണ്ട് നാണം ആയോണ്ടാ. ശരി, എന്നാൽ നാളെ എനിക്ക് ആധാർ കാർഡിലെ ഫോട്ടോ കാണാലോ, അതുകൊണ്ട് താൻ സമാധാനം കിടന്നു, നാളെ രാവിലെ ഞാനത് കാണും എന്നൊക്കെ നമ്മുടെ ആനന്ദ് പറഞ്ഞിട്ട് ദേവിക അങ്ങ് ടെൻഷൻ ആവാട്ടോ. അങ്ങനെ രാവിലെ തന്നെ ബാലൻ പറയണ്ട്, ആനന്ദേ, ദേവിമോളെ എല്ലാം റെഡിയാക്കിയല്ലോ, എന്നാൽ നിങ്ങൾ ഇറങ്ങിക്കോ എന്ന് പറയാണ്. ആര്യ എന്ന് പറഞ്ഞ ബാലൻ വിളിക്കുന്നുണ്ട്. അപ്പൊ ദേവി ചോദിക്കുന്നുണ്ട്, ആര്യൻ എന്തിനാ വിളിക്കുന്നത്? അല്ല, രണ്ടുപേരും പോയി ശരിയാവില്ല, സാക്ഷി വേണ്ടേ? ആര്യനാണെന്നുണ്ടെങ്കിൽ ഇന്ന് വേറെ വർക്കൊന്നുമില്ല, നിങ്ങളുടെ കൂടെ വന്നോളൂ. ആര്യ, ഇവരുടെ കൂടെ നീ ഒന്ന് പോവാ രജിസ്റ്റർ ഓഫീസിൽ. അതിനെന്താച്ചാ ഞാൻ പോവാലോ എന്ന് പറയാണ്. അപ്പൊ നമ്മുടെ ദേവി പറഞ്ഞു, അയ്യോ അത് സാരില്ല ആര്യന് വർക്കുള്ളതല്ലേ, അതൊന്നും കുഴപ്പമില്ല എടുത്തി, ഞാൻ നിങ്ങളുടെ കൂടെ വരാം.
ഈ പറയുന്നുണ്ട്, അയ്യോ ബാലച്ച ഞാൻ വേണമെങ്കിൽ വിദ്യേനെ വിളിക്കാം. അയ്യോ മോളെ വിദ്യനൊന്നും വിളിക്കണ്ട, അവൾ ഇത്രയും ദൂരം വരണ്ടേ, ആര്യം വന്നോളും. അയ്യോ എടുത്ത് ഞാൻ വന്നോളാം, എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ലട്ടോ എന്ന് ആര്യം പറയാണ്. എന്നാ ആയിക്കോട്ടെ ആര്യ എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ദേവിയെ അയ്യോ ആനന്ദേട്ടാണെങ്കിൽ എങ്ങനെയെങ്കിലൊക്കെ പറഞ്ഞ് മനസ്സിലാക്കായിരുന്നു, ആര്യനും കൂടി വന്നല്ലോ, ഇനിയിപ്പോ എന്ത് ചെയ്തൊക്കെ ആലോചിച്ച് ടെൻഷൻ ആവാണ്. അങ്ങനെ അവർ രജിസ്റ്റർ ഓഫീസിലേക്ക് എത്തുവാട്ടോ. അപ്പൊ രജിസ്ട്രാർ ഇങ്ങനെ പറയണ്ട, ആനന്ദിന്റെ ദേവിയുടെ തിരിച്ചലക്കാട് കൊണ്ട് തരൂ എന്ന് പറയണം. അപ്പൊ ദേവിയും ആനന്ദും തിരിച്ചലക്കാട് ഇങ്ങനെ കയ്യെ പിടിച്ചോണ്ടിരിക്കട്ടെ. ദേവി അങ്ങ് ടെൻഷനായിട്ട് ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ആര്യ ദേവിയുടെ കാർഡ് ഇങ്ങനെ മേടിക്കുന്നുണ്ട്. ഇങ്ങോട്ട് ആ ദേവിയേച്ചി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മേടിക്കുകയാണ്. അയ്യോ ആര്യ എന്താ, അയ്യോ ഒന്നുമില്ല എന്ന് പറയാണ്. അങ്ങനെ ആനന്ദിന്റെയും ദേവിയുടെയും തിരിച്ചറിയൽ, അതായത് ആധാർ കാർഡ് ഉണ്ട്, ആധാർ കാർഡ് നമ്മുടെ ആര്യനാണ് രജിസ്ട്രാറിന്റെ കയ്യിലേക്ക് കൊടുക്കുന്നത്. രജിസ്ട്രാർ അത് നോക്കിയിട്ട് സൈനൊക്കെ ചെയ്തിട്ട് എല്ലാം കൊടുക്കുന്നുണ്ട്. തിരിച്ച് ആര്യന്റെ കൈ തന്നെ, അതായത് ഇയാൾ തിരിച്ചിങ്ങനെ കാർഡ് കൊടുക്കുമ്പോൾ ദേവി ഇങ്ങനെ വാങ്ങിക്കാൻ പോകുമ്പോഴേക്കും ആര്യനാണ് ആ കാർഡ് വാങ്ങിക്കുന്നത് കേട്ടോ. ജസ്റ്റ് ആര്യൻ ഇങ്ങനെ നോക്കുന്നുണ്ട് കാർഡ്, എന്നിട്ട് ഇങ്ങനെ ചിരിച്ചിട്ട് ദേവിയുടെ കയ്യിലേക്ക് കൊടുക്കണം. ദേവി ആണെന്നുണ്ടെങ്കിൽ ആകെ ടെൻഷൻ ആവുന്നു. ഈശ്വര ആര്യൻ എന്തിനാണാവോ ചിരിച്ചത്, ആര്യന്റെ സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവോ എന്നൊക്കെ ആലോചിച്ചിട്ട് ടെൻഷനാണ് ദേവി കേട്ടോ. അങ്ങനെ ദേവിയാണെന്നുണ്ടെങ്കിൽ പിന്നീട് വീട്ടിലേക്ക് വിളിക്കുകയാണ് ഫോണില്. അമ്മ എന്ന് പറയാണ്. അപ്പൊ ശ്രീകല പറയുന്നുണ്ട്, എന്താണ് എന്താ മോളൻ ചോദിക്കുമ്പോ അതെ ആര്യനാണ് ആധാർ കാർഡ് വാങ്ങി രജിസ്ട്രാറിന്റെ കയ്യിൽ കൊടുത്തത്, എനിക്കെന്ത് വല്ലാതെ പേടിയാവുന്നു. അത് മേടിച്ചു കഴിയുമ്പോ ആര്യൻ എന്നെ നോക്കിയൊന്ന് ചിരിച്ചു, അതവൻ വെറുതെ ചിരിച്ചായിരിക്കും മോളെ, എന്തെങ്കിലും അവൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ഇപ്പൊ പറയില്ലായിരുന്നോ, എന്തോ എനിക്ക് ആര്യന്റെ ക്യാരക്ടറിലൊക്കെ എന്തോ സംശയം തോന്നുന്നു എന്ന് പറയാണ്. അങ്ങനെ ആര്യൻ നമ്മുടെ ദേവിയുടെ മുഖത്തേക്ക് നോക്കണ്ട്, ചേച്ചി ആധാർ കാർഡ് ഉണ്ടല്ലോ, എന്താ ആര്യ, ഒന്നുമില്ല എന്ന് പറയാണ്. ആധാർ കാർഡിന്റെ കാര്യം നോക്കിട്ട് ആര്യൻ ഇങ്ങനെ ചിരിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ ഫോട്ടോ കണ്ടിട്ടാണ് ആര്യൻ ചിരിക്കുന്നത്. പക്ഷെ ദേവിയുടെ വിചാരം സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടായിരിക്കും ആര്യൻ ചിരിക്കുന്നേ കേട്ടോ. അങ്ങനെ രാത്രി ദേവി ഒരു സ്വപ്നം കാണുവാണ്, വേറൊന്നുമല്ല, എല്ലാരെയും വിളിച്ച് വട്ടമേശ സമ്മേളനം പോലെ ആര്യൻ നിർത്തിയിരിക്കുകയാണ്. എന്നിട്ട് ദേവിയുടെ നേരെ വിരൽ ചൂണ്ടി പറയുന്നുണ്ട്, അച്ഛാ ഇവരുണ്ടല്ലോ, ഇവർ ആനന്ദേട്ടേക്കാളും പ്രായം ഉണ്ട് അച്ഛാ, ഇവർക്ക് 35 വയസ്സുണ്ട് അച്ഛാ, എന്റെ അമ്മയുടെ പ്രായം ഉണ്ട് അച്ഛ ഇവർക്ക് എന്നൊക്കെ പറഞ്ഞ കൈ ചൂണ്ടി ഇങ്ങനെ സംസാരിക്കുക കേട്ടോ. ആ സമയത്ത് ബാലൻ ഇങ്ങനെ കണ്ണുട്ടി നേരാണോ ദേവി എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും അത് ബാലച്ച അയ്യോ ബാലച്ച എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എഴുന്നേക്കാണ് ഉറക്കത്തിന്ന്. അപ്പൊ ആനന്ദ് ചോദിക്കണ്ടേ എന്താ ദേവി, ഒന്നുമില്ല എന്ന് പറയാണ്. അതിനുശേഷം പിറ്റേ ദിവസം മുതൽ നമ്മുടെ ദേവിക്കാണെങ്കിൽ ആര്യനെ കാണുമ്പോഴൊക്കെ ടെൻഷൻ ആട്ടോ. സത്യങ്ങൾ അറിഞ്ഞിട്ടാണോ ആര്യൻ എന്തെങ്കിലും നോക്കണതും, അതായത് ആര്യൻ നോക്കണതും ചെയ്യുന്നതും ഒക്കെ ദേവിക്ക് സംശയമായിട്ട് തോന്നുവാണ്. അപ്പൊ അതിനർത്ഥം നമ്മുടെ ദേവിക്ക് പ്രായക്കുറവാണ് പറഞ്ഞിട്ടാണ് കല്യാണം കഴിപ്പിച്ചിരിക്കുന്നത്. 23 വയസ്സെന്നൊന്നും പറഞ്ഞിട്ടല്ല കഴിപ്പിച്ചിരിക്കുന്നത്. പക്ഷെ അത്രയും വയസ്സെന്നല്ല, ഒരുപാട് വയസ്സ് മൂത്തതാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ആനന്ദിനെക്കാളും പ്രായം ഉണ്ടെന്ന് തോന്നുന്നു. അതല്ലെങ്കിൽ കള്ളത്തരം കാണിക്കുമല്ലോ. പക്ഷെ എത്ര വയസ്സാണെന്നുള്ളത് തമിഴിൽ ഇപ്പോഴും പറഞ്ഞിട്ടില്ല. കണ്ടാലും ദേവിക്ക് കുറച്ച് പ്രായം തോന്നുന്ന പോലെ തമിഴിലുള്ളത് നമ്മുടെ മയിൽ വാഹനത്തിന്. അപ്പൊ എന്തായാലും നല്ല അടിപൊളി ഭാഗമായിട്ട്, അത് ശരിക്കും നല്ല രസമാണ് ആ ഭാഗങ്ങളൊക്കെ കാണാനായിട്ട്. കുറച്ച് ദേവിയുടെ ഇതേ ക്യാരക്ടർ തന്നെയാണ് തമിഴിലുള്ളതെന്നുണ്ടെങ്കിലും കുറച്ചുകൂടി എനിക്ക് തോന്നുന്നത് മലയാളത്തിൽ ദേവിയാണ് കുറച്ചുകൂടി ഇന്നസെന്റ് ആയിട്ട് തോന്നണം കേട്ടോ. എനിക്ക് രണ്ടും കണ്ടതിൽ വെച്ച് തോന്നുന്നത് മലയാളത്തിൽ കുറച്ചുകൂടി ക്യാരക്ടർ വൈസ് ആണെന്നുണ്ടെങ്കിലും കുറച്ചുകൂടി ഒരു പാവത്താൽ ലുക്കൊക്കെ തോന്നുന്ന മലയാളത്തിൽ തന്നെയാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.